ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ പല ആൾക്കാരുടെയും വലിയൊരു സംശയമാണ്, ഈ പ്ലാസ്റ്ററിങ് കരാറ് കൊടുക്കുന്നത് നല്ലതാണ്? കരാറ് കൊടുത്തു കഴിഞ്ഞാൽ കരാർ എടുക്കുന്ന കോൺട്രാക്ട് കറക്റ്റായിട്ട് പ്ലാസ്റ്ററിങ് ചെയ്യുമോ, അതേ ഉടായ്പ് കാണിക്കുമോ എന്നൊക്കെ പല ആൾക്കാർക്കും പേടിയുണ്ട്. പല ആൾക്കാരും കോൺട്രാക്ട് ഈ കരാർ വർക്ക് കൊടുക്കാറില്ല. ശരിക്കും പറഞ്ഞാൽ ഒരിക്കലും അങ്ങനെയല്ല. കാരണം നമ്മൾ ഈ പ്ലാസ്റ്ററിങ് വർക്ക് കരാർ എടുക്കുന്നതെന്ന് പറയുന്നത് ഒരിക്കലും ക്ലയൻറ്റിന് നഷ്ടം വരില്ല. അതുപോലെ തന്നെ ഉള്ള റേറ്റിനല്ല എടുക്കുന്നത്. നമുക്കൊരു സ്ക്വയർ ഫീറ്റ് ഇത്ര രൂപ എന്നുള്ള ഒരു കണക്കുണ്ട്. അപ്പോൾ ആ രീതിയിലായിരിക്കും നമ്മൾ പ്ലാസ്റ്ററിങ് എടുക്കുന്നത്. അപ്പോൾ പ്ലാസ്റ്ററിങ് എടുക്കുമ്പോൾ പല ആൾക്കാരും വിചാരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സ്പീഡിന് വർക്ക് തീർക്കാൻ വേണ്ടി ഹിന്ദിക്കാരെ ബംഗാളികളെ കൊണ്ടിട്ട് എങ്ങനെയെങ്കിലും ചെയ്യിപ്പിക്കും എന്നൊക്കെയാണ് പല ആൾക്കാരുടെയും വിചാരം. ഈ ബംഗാളികളിൽ തന്നെ പണി ചെയ്യുന്ന നല്ല ബംഗാളി പയ്യന്മാരുണ്ട്. അപ്പോൾ പല ആൾക്കാർക്കുമുള്ള ഒരു തെറ്റിദ്ധാരണയാണ്, നമുക്ക് കരാറ് കൊടുക്കുന്നതിൻ്റെ ഉപയോഗം കരാറ് കൊടുക്കാത്തതിൻ്റെ ഒരു ദോഷവും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ നമ്മളൊരു വർക്ക് പ്ലാസ്റ്ററിങ് കരാറാണ് കൊടുക്കുകയെങ്കിൽ നമ്മൾക്ക് പിന്നെ അവിടെ ആ ഒരു ടെൻഷനില്ല. വർക്ക് നടന്നോ വർക്ക് നടന്നില്ലേ എന്നുള്ള ഒരു ടെൻഷൻ നമുക്ക് അവിടെ വരുന്നില്ല. കാരണം ക്ലയൻറ്റ് ഒരു കോൺട്രാക്ട് വർക്ക് കൊടുക്കുമ്പോൾ അവർ അറിയാവുന്ന ഒരാൾക്കായിരിക്കണം നമ്മൾ വർക്ക് കൊടുക്കേണ്ടത്. അല്ല കരാർ റേറ്റ് കുറവെന്നും പറഞ്ഞ് ഹിന്ദിക്കാരന്മാർ മാക്സിമം റേറ്റ് കുറച്ചൊക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ട്. പക്ഷെ അവരുടെ പ്ലാസ്റ്ററിങ് എന്ന് പറയുന്നത് അത്രയാണ്. അപ്പോൾ നമുക്ക് അറിയാവുന്ന ഒരു മലയാളി മേശിരി ഒരു കോൺട്രാക്റ്റിന് നമ്മൾ പ്ലാസ്റ്ററിങ്ങിൻ്റെ റേറ്റ് അങ്ങ് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ ഒരു പ്രശ്നമില്ല. കാരണം അവർ നല്ല രീതിയിൽ വർക്ക് ചെയ്യും. വർക്ക് നല്ല രീതിയിൽ ചെയ്യുമ്പോഴാണ് നമുക്ക് അടുത്ത വർക്കുകൾ കിട്ടുന്നത്. അപ്പോൾ ഈ വർക്ക് എന്ന് പറഞ്ഞാൽ ഇതും നമുക്ക് കരാർ വർക്കാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പല ആൾക്കാരും ഈ മണ്ണും സിമൻറ്റും മിക്സ് ചെയ്യുന്ന പല രീതിക്കാണ്. അപ്പോൾ നമ്മളിവിടെ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പടവ് ചുമരിനൊക്കെ നമ്മൾ പ്ലാസ്റ്ററിങ് ചെയ്യുന്നത് 5 ചട്ടി മണലിന് 1 ചട്ടി സിമൻറ്റ്, സീലിംഗ് പ്ലാസ്റ്റർ ചെയ്യുന്നത് 4 ചട്ടി മണലിന് 1 ചട്ടി സിമൻറ്റ്. നമ്മൾ ആ ഒരു രീതിക്ക് തന്നെയാണ് ഇവിടെ പ്ലാസ്റ്ററിങ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ 2 മണൽ മിക്സ് ചെയ്താണ് പ്ലാസ്റ്ററിങ് ചെയ്യുന്നത്, ടീ സാൻഡും നമ്മുടെ സാധാ പൂഴിമണ്ണും. പിന്നെ സിമൻറ്റ്, ഇവിടുത്തെ സിമൻറ്റ് ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ പ്ലാസ്റ്ററിങ്ങിന് ഉപയോഗിക്കുന്ന സിമൻറ്റ് എന്ന് വെച്ചാൽ അൾട്രാടെക്കിൻ്റെ സിമൻറ്റ്. അപ്പോൾ അൾട്രാടെക്കിൻ്റെ സിമൻറ്റ് വെച്ചാണ് പ്ലാസ്റ്ററിങ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, നല്ല രീതിയിൽ നനയ്ക്കണം. അപ്പോൾ ഈ കരാറ് കൊടുക്കുമ്പോൾ അവർ നല്ല രീതിയിൽ നനയ്ക്കുമോ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം അവർ രാവിലെ വന്നിട്ട് നനയ്ക്കും, ഇടയ്ക്ക് എപ്പോഴെങ്കിലും ഫ്രീ ആയിരിക്കുമ്പോൾ ഒരു ഹെൽപ്പറെ കൊണ്ട് നനപ്പിക്കും, വൈകിട്ട് നനപ്പിക്കും. അപ്പോൾ ഈ നനയ്ക്കുന്ന ജോലി ക്ലയൻറ്റ് തന്നെ ഏറ്റെടുക്കുന്നതായിരിക്കും കുറച്ചും കൂടി ബെറ്റർ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ പ്രോപ്പറായിട്ട് നല്ല രീതിയിൽ നനയ്ക്കണമെങ്കിൽ ക്ലയൻറ്റ് തന്നെ ചെയ്യണതായിരിക്കും നല്ലത്. അപ്പോൾ നമ്മൾ ഇന്നിവിടെ ഡേ നൈറ്റ് ആയിട്ടാണ് നിന്ന് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഈ ഡേ നൈറ്റ് നിന്ന് ചെയ്യുമ്പോൾ എത്ര വർക്ക് തീരുമെന്ന് ഈ വീഡിയോ ഫുള്ളായിട്ട് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ കരാർ വർക്ക് കൊടുക്കാതിരിക്കുമ്പോൾ നമ്മൾ ഡെയിലി ശമ്പളത്തിനാണ് ചെയ്യിപ്പിക്കുമ്പോൾ ഞാൻ പല വീട്ടിലും പറഞ്ഞിട്ടുള്ള കാര്യമാണ്, നമ്മൾ ചിലപ്പോൾ ഇന്ന് നടക്കുന്ന വർക്ക് ചിലപ്പോൾ നാളെ നടന്നെന്ന് വരില്ല. ചിലപ്പോൾ ഈ കോൺട്രാക്ടർമാരും ഈ ക്ലയൻറ്റുമായിട്ടും നല്ല ആത്മബന്ധമുള്ള ആൾക്കാരായിരിക്കും. അവിടെ ഇവർക്കിടയിൽ ഒരു പ്രശ്നം വരാൻ ഇത് തന്നെ ധാരാളം. കാരണം ഒരു ദിവസം ചിലപ്പോൾ നല്ല പ്ലാസ്റ്ററിങ് നല്ല വർക്കായിരിക്കും നടക്കുക. ചിലപ്പോൾ ഒരു സീലിങ്ങും 3 ചുമരൊക്കെ നമുക്ക് പ്ലാസ്റ്റർ ചെയ്ത് കഴിയും. ചില ദിവസങ്ങളിൽ ഒരു സീലിങ്ങും 2 ചുമരായിരിക്കും കഴിയണം. കാരണം ഈ പ്ലെയിൻ ചെവര് തേക്കുമ്പോഴല്ല, ഈ ജനൽ വരുന്ന ഭാഗങ്ങളൊക്കെ തേക്കുമ്പോൾ നമുക്ക് അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളുണ്ട്. കാരണം അതിൻ്റെ 4 എഡ്ജും കറക്റ്റ് തേച്ചെടുത്തൊക്കെ വരുമ്പോൾ നമുക്ക് അത്രയും സമയം പോകും. അപ്പോൾ പറഞ്ഞ രീതിക്ക് ചിലപ്പോൾ ചെയ്തെന്ന്, കാരണം സീലിംഗ് പ്ലാസ്റ്റർ ചെയ്യുമ്പോൾ അത് ചിലപ്പം പരുവം കാണില്ല. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് കുറച്ച് സമയം പോകുമ്പോൾ അവിടെ വർക്ക് ചിലപ്പോൾ വളരെ സ്ലോ ആയിരിക്കും. അപ്പോൾ ക്ലയൻറ്റിന് തോന്നുന്നത് ഇന്നലെ നല്ല രീതിയിൽ വർക്ക് നടത്തി, ഇന്ന് ആ ഒരു രീതിയിലായിരിക്കും വർക്ക് നടക്കുന്നത് എന്നുള്ള ഒരു മൈൻഡ് വരും. പിന്നെ ചില കോൺട്രാക്ടർമാർ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ എന്നും ഒരേ രീതിയിൽ വർക്ക് ചെയ്യും. അതായത് ഒരു മിനിമം, അതായത് നല്ല വർക്കും ചെയ്യില്ല, ഒരു മിനിമം. ചിലപ്പോൾ ഒരു 2 മേസ്ത്രി കയറി കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു തട്ടും ഒരു ചവരും അല്ലെങ്കിൽ 2 ചവരായിരിക്കും പ്ലാസ്റ്റർ ചെയ്യണം. അത് തന്നെ കണ്ടിന്യൂ ചെയ്ത് പോകും. അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ നമുക്ക് ലാഭമാണ്, റേറ്റ് നമുക്ക് മുതലാകും എന്നുണ്ടെങ്കിൽ നമ്മൾ കരാറ് കൊടുക്കുന്നതായിരിക്കും നല്ലത്. കാരണം കരാറ് കൊടുക്കുമ്പോൾ, പക്ഷെ കരാറ് കൊടുക്കുന്നത് ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ കറക്റ്റായിട്ട് പണി ചെയ്യുന്ന ആൾക്കാരാണോ, കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്ന വർക്കിനോട് ഉത്തരവാദിത്വം ഉണ്ടോ എന്നൊക്കെ നമ്മൾ നോക്കിയിട്ട് വേണം നമ്മൾ ഒരാൾക്ക് കരാറ് കൊടുത്തേ. കാരണം നമ്മൾ ഒരു 2-3 കോൺട്രാക്ടർമാരെ വിളിച്ച് നമ്മൾ കാണിക്കണം,
അത് നമുക്കറിയാവുന്ന ആളായിരിക്കണം. അപ്പോൾ നമ്മൾ വിളിച്ച് കാണിക്കുമ്പോൾ അവർക്ക് ഓക്കെയാണ്, ക്ലയൻറ്റിന് നമ്മൾ പറഞ്ഞ റേറ്റും അവർ വർക്ക് ചെയ്യും എന്ന് ഓക്കെ ആണെങ്കിൽ നമുക്ക് ധൈര്യമായിട്ട് ഈ കരാറ് കൊടുക്കുന്നതായിരിക്കും ബെറ്റർ. പിന്നെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ കരാറ് കൊടുത്തെന്നും പറഞ്ഞ് ക്ലയൻറ്റ് ഒരിക്കലും മാറി നിൽക്കും. നമ്മൾ എല്ലാ വർക്കും നമ്മൾ പ്ലാസ്റ്ററിങ്ങിൻ്റെ കരാറാണ് കൊടുത്തിരിക്കുന്നത് എന്നും പറഞ്ഞ് നമ്മൾ സൈറ്റിലോട്ട് പോയി നോക്കാതിരിക്കരുത്. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വന്ന് സൈറ്റിൽ വന്ന് നോക്കണം. നമ്മൾ പണി ചെയ്യുന്ന മേസ്ത്രിയോട് ചോദിക്കണം, നമ്മൾ എത്ര സിമൻറ്റ് എത്ര മണലിട്ടാണ് മിക്സ് ചെയ്യുന്നത്, ഏത് രീതിയിലാണ് പ്ലാസ്റ്റർ ചെയ്യുന്നത് എന്നൊക്കെ നമ്മൾ കറക്റ്റാக പോപ്പുലറായിട്ട് ചോദിച്ച് മനസ്സിലാക്കണം. അല്ലാതെ നമ്മൾ വർക്ക് കൊടുത്തു എന്ന് പറഞ്ഞ് നമ്മൾ മാറി നിൽക്കണതിന് എനിക്കൊരു യോജിപ്പില്ല. കാരണം നമ്മളൊരു സൈറ്റിൽ പോകുമ്പോൾ മാക്സിമം നമ്മൾ അത്രയും ഉത്തരവാദിത്തോടെ നിന്നായിരിക്കും നമ്മൾ ചെയ്യുന്നത്. എന്നാലും അതേപോലെ ഒരു ഉത്തരവാദിത്വം ക്ലയൻറ്റും കാണിക്കണം. കാരണം ക്ലയൻറ്റ് കാണിച്ചില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ ദോഷം വരുന്നത് ക്ലയൻറ്റിന് തന്നെയായിരിക്കും. പിന്നെ പല സൈറ്റിലും ഞാൻ കണ്ടിട്ടുള്ളതാണ്, ഈ പ്ലാസ്റ്റർ ചെയ്തിട്ട് മോട്ടർ വെച്ച് ഓസ് വെച്ച് വെള്ളം അടിക്കും. അപ്പോൾ ഒരിക്കലും നമ്മൾ അങ്ങനെ ചെയ്യരുത്. കാരണം ഈ ഓസ് വെച്ച് വെള്ളം അടിക്കുമ്പോൾ പെട്ടെന്ന് വെള്ളം വീഴുന്നു, വെള്ളം കംപ്ലീറ്റ് താഴെ പോകത്തേ ഉള്ളൂ. നമ്മൾ ഈ പടവിൽ പ്ലാസ്റ്റർ ചെയ്തതിൽ പ്രോപ്പറായിട്ട് വെള്ളം പിടിക്കില്ല. അപ്പോൾ ഒന്നെങ്കിൽ നമ്മൾ ചെറിയൊരു കപ്പിന് കോരി ഒഴിക്കണം, ഒരു 5-6 വട്ടം കോരി ഒഴിച്ച് വെള്ളം ഒലിച്ച് ഇറങ്ങണം. ആ രീതിക്ക് ചെയ്യണം. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെയാണ്. പിന്നെ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട, പ്ലാസ്റ്ററിങ്ങിൽ ശ്രദ്ധിക്കേണ്ട മെയിനായിട്ടുള്ള കാര്യമാണ്, നമ്മൾ ഈ തറയിൽ നിന്ന് ഒരു 2 അടി ഹൈറ്റ് വരെ നമുക്ക് ഈ സിമൻറ്റ് ചാന്ത് ഉണക്കില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും മണലും പൊടി വെക്കരുത്. ഈ മണലും പൊടി എന്ന് പറയുന്നത് സിമൻറ്റും മണ്ണും തമ്മിൽ വെള്ളം ഒഴിക്കാതെ മിക്സ് ചെയ്ത് വെക്കരുത്. നല്ല മഴയാട്ടോ നമ്മൾ സൈറ്റിൽ നിന്ന് നല്ല മഴ, ആ മഴയത്ത് നിന്നാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. കാരണം മേളൊരു ബാൽക്കണി കിട്ടിയിട്ടുണ്ട്, ആ ബാൽക്കണിയിൽ കൂടി വെള്ളം കംപ്ലീറ്റ് അകത്ത് വരുന്നുണ്ട്. നമുക്ക് ഒരേ ഒരു ടെൻഷനുള്ളൂ, കറണ്ട് പോകാതിരുന്നാൽ മതി. കാരണം ഇന്ന് നൈറ്റ് നിൽക്കണം, ഇപ്പോൾ ഏകദേശം 6:30 മണിയായി. അപ്പോൾ നൈറ്റ് നിൽക്കുന്നത് കൊണ്ട് കറണ്ട് പോകരുത് എന്നുള്ളൊരു ചിന്ത മാത്രമേ ഇപ്പോൾ ഉള്ളൂ. അപ്പം നമ്മൾ മണലും പൊടി വയ്ക്കുമ്പോൾ നമ്മൾ ഈ തറയിൽ നിന്ന് 2 അടി ഹൈറ്റിന് ഒരിക്കലും മണ്ണും പൊടി വയ്ക്കരുത്. അങ്ങനെ മണ്ണും പൊടി വെച്ചാലുള്ള കുഴപ്പമെന്ന് പറഞ്ഞാൽ നമുക്ക് വർക്ക് എളുപ്പമായിരിക്കും, പക്ഷെ പെയിൻ്റൊക്കെ അടിച്ച് പുട്ടിയൊക്കെ ഇട്ട് ഒരു 1-2 വർഷം കഴിയുമ്പോൾ ഇവിടെ നിന്ന് ഈ മണൽ തുരുതുരാന്ന് പൊള്ളി ഇളകും. അപ്പോൾ മാക്സിമം ഈ ഈർപ്പം തട്ടുന്നത് മാത്രമല്ല, ഇതും ഒരു കാരണമാണ്. അതുകൊണ്ട് മാക്സിമം ഞങ്ങൾ ഒരു സൈറ്റിലും മണലും പൊടി വെക്കാറില്ല. അപ്പോൾ ഇന്നത്തെ ഞങ്ങളെ വർക്ക് എന്ന് പറയുന്നത് ഈ ഒരു റൂം കംപ്ലീറ്റ് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ഏകദേശം അത്യാവശ്യം നല്ല വലിപ്പമുള്ള റൂമാണ്. അപ്പോൾ നമ്മൾ ഡേ നൈറ്റ് നിന്ന് കംപ്ലീറ്റ് നമ്മൾ ഈ ഒരു റൂം ഫിനിഷ് ചെയ്തു. അത് കഴിഞ്ഞ് നമ്മൾ അടുത്ത റൂമിൻ്റെ ഒരു സീലിങ്ങും, ആ ഒരു സീലിങ്ങും പ്ലാസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഈ ഒരു സീലിങ്ങും ആ ഒരു റാക്കിൻ്റെ മുകളിലത്തെ ഒരു പടവും ആ ഒരു ചുമരും ഈ ഒരു സീലിങ്ങും കൂടി, ഇതൊരു കിച്ചണാണ്. അപ്പോൾ ഈ കിച്ചണും ഇതും കൂടി നമ്മൾ പ്ലാസ്റ്റർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ വർക്ക് ചെയ്യുമ്പോൾ മാക്സിമം ശ്രദ്ധിച്ച് കരാറ് കൊടുക്കുന്നതായിരിക്കും എന്തുകൊണ്ടും നല്ലത്. നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കാം. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.